സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ അരങ്ങുണർന്ന ഇന്ന് രണ്ടാം ദിനമാണ്. ആദ്യ ദിനത്തിൽ 36 മത്സരങ്ങളുടെ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കണ്ണൂർ ജില്ലയാണ് മുന്നിലുള്ളത്. ഓരോ പോയിന്റിന്റെ വ്യത്യാസത്തിൽ കോഴിക്കോടും തൃശ്ശൂരും തൊട്ടു പിന്നിൽ തന്നെയുണ്ട്. അവധി ദിവസമായതിനാൽ തന്നെ ഇന്ന് തലസ്ഥാനം കലയുടെ ഒരു പൂര നഗരി തന്നെയായിരിക്കും. സമഗ്ര കവറേജുമായി കേരള വിഷൻ ഫുൾ ടീം അവിടെ കലോത്സവ നഗരിയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെ റിയാസ് KMR-ഉം രേണുകയുമാണുള്ളത്. റിയാസ്, രണ്ടാം ദിവസമാണ്. ആവേശകരമായ കടുത്ത മത്സരം, ജില്ലകൾ തമ്മിലുള്ള മത്സരമാണ് ഇനി അരങ്ങേറാൻ പോകുന്നത്. എങ്ങനെയൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ? തീർച്ചയായും ഈ അവധി ദിവസം അത് ഏറ്റവും വലിയൊരു ജനപങ്കാളിത്തം ഇന്ന് കലോത്സവത്തിൽ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്, അല്ലെ? ആ ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ മത്സരങ്ങൾ തുടങ്ങിയിട്ടില്ല. മത്സരങ്ങൾ 9:30-10 മണിയാകുമ്പോഴാണ് മത്സരങ്ങൾ തുടങ്ങുക. ഇന്ന് കുറെ ഗ്ലാമർ ഇനങ്ങളുണ്ട് എന്നുള്ളതാണ്. നാടകം ഉണ്ട്, മറ്റ് ഇനങ്ങളൊക്കെ ഉണ്ട്. അതിനിടെ ഒന്ന് പോയിന്റ് നില പരിശോധിച്ചു കഴിഞ്ഞാൽ നിലവിലെ ചാമ്പ്യന്മാരായ കണ്ണൂർ തന്നെ അവരുടെ കുതിപ്പ് തുടരുന്ന ഒരു കാഴ്ചയാണ്. 215 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ നിൽക്കുമ്പോൾ അതിന്റെ തൊട്ടു മുന്നിലുള്ള ചാമ്പ്യന്മാരായ കോഴിക്കോട് 213 പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുണ്ട്. തൃശ്ശൂരാണ് തൊട്ടു പിറകിൽ 214. അതായത് കണ്ണൂർ 215, 214 പോയിന്റുമായി തൃശ്ശൂര്, 213 പോയിന്റുമായി കോഴിക്കോട് എന്നിങ്ങനെ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ആരായിരിക്കും ഈ കപ്പടിക്കുക എന്ന് പറയാൻ പറ്റാത്ത വിധം ഈ 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് ആര് കൊണ്ടുപോകുമെന്നറിയാത്ത വിധം ഒരു ഉദ്വേഗഭരിതമായ ആവേശഭരിതമായ ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും ഈ തൃശ്ശൂർ രണ്ടാം സ്ഥാനത്താണെങ്കിലും ഇപ്പോഴൊരു നേരെ തൃശ്ശൂരുകാരിയുണ്ട്. അതെ, മറ്റാരുമല്ല, ഇത് ഗുരുവായൂർ കണ്ണന്റെ, അല്ലെ? ഗുരുവായൂർ കണ്ണന്റെ സ്വന്തമായ ചേച്ചി. ഉണ്ണിക്കണ്ണന്റെ മണ്ണീന്ന് പത്മനാഭന്റെ മണ്ണിലേക്ക് എത്തിയേക്കുന്ന ഒരു തൃശ്ശൂരുകാരി. ഇത് മായ ചേച്ചിയുടെ ഒരു എന്താ പറയാ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഒരു രൂപം തന്നെയാണ്. മനോഹരമായ, വളരെ സുന്ദരിയായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു ജോക്കറിന്റെ ഈ രൂപം വരയ്ക്കാൻ, ഈ രൂപം സ്വീകരിക്കാനുണ്ടായ ഒരു കാരണം അവര് തന്നെ പറയും. പിള്ളേർക്കൊക്കെ ഒരു സന്തോഷം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ മത്സരത്തിനൊക്കെ വരുമ്പോൾ ഒരുപാട് ടെൻഷനാണ് കുട്ടികൾ വരുന്നത്. അപ്പോൾ എന്നെ കാണുമ്പോൾ ഒരു സെക്കൻഡെങ്കിലും അവർക്കൊന്ന് ചിരിപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. ആ കൂട്ടത്തിൽ എനിക്കും ചെറിയൊരു എൻജോയ്മെന്റ്. പിന്നെ പ്രോഗ്രാമൊക്കെ കാണണമെന്ന് കുറെ നാളായി ആഗ്രഹിക്കുന്നത്. മത്സരിക്കാൻ പറ്റിയിട്ടില്ല, അപ്പൊ കാണാനെങ്കിലും വരണമല്ലോ. എപ്പോഴാണ് തൃശ്ശൂരിൽ നിന്ന് വന്നത്? ഞാൻ ഇന്നലെ വന്നതാണ്. എന്നിട്ട് ഈ വേഷം ഇന്ന് രാവിലെ ആണോ? ഇന്ന് രാവിലെ എത്ര മണിക്ക് ഇത് മേക്കപ്പ് ചെയ്യാൻ? ഒരു 7 മണിയോടുകൂടി മേക്കപ്പ് ചെയ്ത് ഇറങ്ങിയതാണ്. കാരണം ഇന്ന് സൺഡേ ആണല്ലോ, അപ്പൊ കുറെ ആളുകളൊക്കെ വരും. പിന്നെ ഒരു സൺഡേ ഈസ് എ ഹോളിഡേ, ഹോളിഡേ ഈസ് എ ജോളി ഡേ. അപ്പൊ ആ ജോളി ഡേ ഏതായാലും ഇന്ന് തിരുവനന്തപുരത്താവട്ടെ എന്ന് വിചാരിച്ചു. റിയാസൊക്കെ ചേച്ചി പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? മത്സരിക്കാൻ